ജനങ്ങളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്ന ടെലികോം കമ്പനികളുടെ തന്ത്രത്തിന് പൂട്ടുവീഴുന്നു. അതെ, പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിലെയും ഇത്തിരി കുഞ്ഞൻ സിം കാർഡുകളുടെ കമ്പനികളെ തന്നെയാണ്. ഈ ടെലികോം കമ്പനികൾ ഉപഭോക്താക്കളായ നമ്മളെ പറഞ്ഞു പറ്റിച്ച് തട്ടുന്നത് റീചാർജ് തുകയാണ്. അടിക്കടി ഉയർത്തുന്ന റീചാർജ് തുകയ്ക്ക് പുറമെ മാസത്തിൽ 30 ദിവസത്തെ റീചാർജ് 28 ദിവസമാക്കി കുറച്ചിരുന്നു. ഈ തീരുമാനമാണ് ഇനി മുതൽ നിർത്തലാക്കാൻ പോകുന്നത്. മൊബൈൽ ഉപഭോക്താക്കളെ പിഴിഞ്ഞിരിക്കുന്ന ടെലികോം കമ്പനികളുടെ 28 ദിവസത്തെ റീചാർജ് തന്ത്രത്തിന് പൂട്ടുവീഴുന്നു. ഇനി മുതൽ നിർബന്ധമായും 30 ദിവസത്തെ പ്ലാനുകൾ അവതരിപ്പിക്കാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. പാർലമെന്റിൽ താൻ ഉയർത്തിയ ശക്തമായ ആവശ്യത്തിനാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. വർഷത്തിൽ 13 തവണ റീചാർജ് ചെയ്യിക്കുന്ന ചൂഷണത്തിന് ഇതോടെ തിരശ്ശീല വീഴുമെന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയൊരാശ്വാസമാണ്. 2025 ഡിസംബർ 17-നാണ് ടെലികോം കമ്പനികളുടെ കൊള്ളയെക്കുറിച്ച് പാർലമെന്റിൽ വിന്റർ സെഷനിൽ ആദ്യമായി ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നത്. ഇതോടെ 28 ദിവസത്തെ സൈക്കിൾ വഴി വർഷത്തിൽ 13 തവണ റീചാർജ് ചെയ്യിക്കുന്ന ചൂഷണം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിച്ചു. ഇതിന് മറുപടിയായി കമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി ഡോക്ടർ പെമ്മ സാനി ചന്ദ്രശേഖർ വിഷയം ഗൗരവമായി പരിഗണിക്കുമെന്ന് ഉറപ്പു നൽകി. തുടർ നടപടി 2026 മാർച്ച് 11-ന് ബജറ്റ് സമ്മേളന വേളയിൽ വിഷയം വീണ്ടും ഉന്നയിക്കുകയും ശക്തമായ ഫോളോ അപ്പ് നടത്തുകയും ചെയ്തു. അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്ന മന്ത്രാലയത്തിന്റെ ഉറപ്പ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതുവരെ 28 ദിവസത്തെ പ്ലാനുകൾ കാരണം വർഷത്തിൽ 13 തവണ ഉപഭോക്താക്കൾ റീചാർജ് ചെയ്യേണ്ടി വന്നിരുന്നു. പുതിയ നിർദ്ദേശം വരുന്നതോടെ വർഷത്തിൽ 12 തവണ മാത്രം റീചാർജ് ചെയ്താൽ മതിയാകും. ഉപഭോക്താക്കളുടെ ഒരു മാസത്തെ അധിക ബാധ്യത ഒഴിവാകും. കൊടിക്കുന്നിൽ സുരേഷ് എം പിയാണ് ടെലികോം കമ്പനിയുടെ കൊള്ളയെക്കുറിച്ച് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടി എം പി രാഘവ് ചദ്ദയാണ് ലോക്സഭയിൽ ഇതിനായി ഇടപെടലുകൾ നടത്തിയതെന്നും പറയുന്നു. വിഷയത്തിൽ രാഘവ് ചദ്ദ ലോക്സഭയിൽ നടത്തുന്ന പ്രസംഗത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആം ആദ്മി പാർട്ടി എം പി രാഘവ് ചദ്ദ ലോക്സഭയിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചതോടെയാണ് കേന്ദ്രവും രാജ്യത്തെ ജനങ്ങളും ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. ടെലികോം കമ്പനികൾ പിന്തുടരുന്ന നിലവിലെ പ്രീപെയ്ഡ് റീചാർജ് സംവിധാനം സാധാരണ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതോടെ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ വേണമെന്ന് രാജ്യത്തെ ടെലികോം മന്ത്രാലയം തീരുമാനിക്കുകയായിരുന്നു. റീചാർജ് കാലാവധി കഴിഞ്ഞാൽ ഇൻകമിംഗ് കോളുകൾ തടയുന്ന നടപടികൾക്കെതിരെയും രാഘവ് ചദ്ദ ശബ്ദമുയർത്തി. കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെയും രാഘവ് ചദ്ദ എം പിയുടെയും ഇടപെടൽ ഫലം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരമൊരു നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരാശ്വാസമാണ്. കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ ഫേസ്ബുക്കിലൂടെ ടെലികോം കമ്പനികളുടെ കൊള്ള അവസാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യം പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ തീരുമാനം വളരെ മികച്ച ഒന്നാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം.